السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിവരിച്ചിരുന്നത് നിസ്കാരശേഷമുള്ള ദിക്റുകളെ കുറിച്ച് ഏതാനും ചില ഹദീസുകൾ നമ്മൾ വായിച്ചിരുന്നു. സാധാരണ ഓരോ നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചിരുന്നത്. എന്നാൽ ഫജ്ർ നിസ്കാരത്തിന്റെയും മഗ്രിബ് നിസ്കാരത്തിന്റെയും ശേഷം പ്രത്യേകിച്ച് ചൊല്ലേണ്ട ചില ദിക്റുകൾ, അതിൽ വന്ന ഹദീസുകൾ, ഒന്ന് ഫജ്റിന് ശേഷം ഫജ്റിന് മാത്രം പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇദാ സല്ല സുബ്ഹ നിസ്കരിച്ചാൽ ഹീന യുസല്ലിം സലാം വീട്ടിയാൽ അവിടുന്ന് പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വരിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ദിവസവും പറയേണ്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വരിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഒരു മുസ്ലിം അവന്റെ ദിവസത്തിന്റെ തുടക്കം അതിപ്രധാനമായ അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടാണ്. അതിൽ ഒന്നാമത് പറഞ്ഞത് ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ വിജ്ഞാനം, വിവരം. ഒരുപാട് അറിവ് നമുക്ക് നേടാൻ നമ്മൾ കഴിയുന്നുണ്ട്, ഒരുപാട് നമ്മൾ നേടുന്നുണ്ട്, ഒരുപാട് അറിവുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ആ അറിവൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഉപകാരപ്പെടൂല, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപകാരപ്പെട്ടോളന്നില്ല. അധിക അറിവും നമുക്ക് ദോഷകരമായിട്ട് വരികയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായ വിജ്ഞാനം എനിക്ക് നൽകണേ എന്നാണ്. കാരണം പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ് അറിവ്. ഈ ലോകത്തിന് പ്രവാചകന്മാർ വരാനില്ല. ആ പ്രവാചകന്മാരുടെ അനന്തര സ്വത്തായി നമുക്ക് അള്ളാഹു നൽകിയതാണ് ഏത്? അറിവ് എന്ന് പറയുന്നത്. ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ അത് പ്രവാചകന്റെ അനന്തര സ്വത്ത് അവന് കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഒരു മനുഷ്യനെ സർവ്വ നന്മകളിലേക്കും നയിക്കുന്നത് അവന്റെ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ വിജ്ഞാനം ഉണ്ടെങ്കിലാണ് അവനെ നന്മകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാൻ പറഞ്ഞത് വഖുർ റബ്ബി സിദ്നി ഇൽമ. എപ്പോഴും നമ്മളോട് പറയാൻ പറഞ്ഞ റബ്ബി സിദ്നി ഇൽമ. ഖുർആൻ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, വഖുൽ നബിയെ നീ പറയുക, താങ്കൾ പറയുക, റബ്ബി സിദ്നി ഇൽമ, എന്റെ റബ്ബെ എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണേ. എത്ര അറിവുണ്ടെങ്കിലും ഞാൻ വലിയ അറിവുള്ളവനാണ് എന്നുള്ളത് തെറ്റാണ്. മൊത്തത്തിൽ മനുഷ്യരും ലോക സൃഷ്ടികൾക്ക് തന്നെ വളരെ കുറഞ്ഞ അറിവേ നൽകിയിട്ടുള്ളൂ. അപ്പൊ അള്ളാഹുവിനോട് നമുക്ക് അറിവിന് വേണ്ടി നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം. അറിവില്ലായ്മയോ അത് മനുഷ്യനെ ഏറ്റവും മതപതിപ്പിക്കുക, അവനൊന്നും അല്ലാതെ ആക്കുക. അവന് അഹങ്കാരവും അതേപോലെ തന്നെ അവന്റെ ജീവിതത്തിലുള്ള തെറ്റുകളും അബദ്ധങ്ങളും ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ജഹ്ല് കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പൊ അറിവ് നേടുക എന്നുള്ളത് മാത്രമല്ല, അത് ഉപകാരപ്രദമായ അറിവായിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എത്ര വലുതായാലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിക്കണ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, റബ്ബേ നാഫിഅ ഇൽമ എനിക്ക് തരണേ എന്നുള്ളത്. അപ്പൊ ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറെ സർട്ടിഫിക്കറ്റുകൾ നേടുക എന്നുള്ളതോ പേരിന്റെ അവസാനം ഒരു ടൈറ്റിൽ ഉണ്ടാകുക എന്നുള്ളതോ ഒന്നുമല്ല. അത് അവന് ഉപകരിക്കണം, ആ വിജ്ഞാനം അവനുണ്ടാകണം. അതുകൊണ്ടാണ് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹ ഇൽമൻ നാഫിഅ, നിങ്ങൾ അള്ളാഹുവിനോട് ഇൽമുൻ നാഫിഅ തേടിക്കൊണ്ടിരുന്നോളൂ, അത് ചോദിച്ചുകൊണ്ടേയിരുന്നോളൂ എന്ന് പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ ഞാൻ നിന്നോട് നാഫിഅ ഇൽമിനെ തേടുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പ്രവാചകനേക്കാൾ അറിവുള്ള ഒരാളുമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, വതഅവ്വദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകരിക്കാത്ത വിജ്ഞാനം നേടുന്നതിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം, കാവൽ ചോദിക്കണം. ഇൽമ്, അറിവെന്ത് ചെയ്യും? മനുഷ്യനെ വഴിവഴിപ്പിക്കും, മനുഷ്യനല്ലാതാക്കും. എന്ന് കാണിക്കുന്ന തോന്നിവാസങ്ങളും എല്ലാവിധ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന ആരാണ്? അറിവുള്ളവരാണ്. ആ അറിവ് എന്താണ്? ലാ യൻഫഅ, ഉപകരിക്കാത്ത വിജ്ഞാനം. അപ്പൊ അത് വലിയ വിഷയമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചിരുന്ന, കാവൽ ചോദിച്ചിരുന്ന ഒരു വിഷയമാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, അല്ലാഹുവേ ഉപകരിക്കാത്ത വിജ്ഞാനം നേടുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയായിരുന്നു. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി, പടച്ചവനെ നീ എനിക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ട് എനിക്ക് ഉപകാരം നൽകണേ.
കിട്ടിയ വിവരം കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാകാൻ റബ്ബേ. നമ്മളൊക്കെ എത്രയോ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മൾ പഠിച്ച ഇബാദത്തുകളും നമുക്ക് പഠിച്ച ഇൽമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ബർക്കത്ത് കിട്ടാൻ വേണ്ടി, അതിൽ ഉപകാരം കിട്ടാൻ വേണ്ടി റബ്ബിനോട് തേടുകയാണ്. വഅല്ലിംനി മാ യൻഫഉനി, എനിക്ക് ഉപകാരമുള്ള അറിവ് പഠിപ്പിച്ചു തരണേ. വസീദ്നി ഇൽമ, ഇൽമ നീ അധികരിപ്പിച്ചു തരണേ. അത് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ ഒന്നാമത്തെ വിഷയം റബ്ബിനോട് നമുക്ക് തേടാനുള്ളത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. അത് നമ്മൾ സുബഹ്സ്കാരം കഴിഞ്ഞ് അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം എന്നുള്ള ദിക്റൊക്കെ കഴിഞ്ഞ് ആയത്തിൽ കുറിച്ചൊക്കെ നമ്മൾ ഓതലുണ്ടല്ലോ, അതൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ആ ഇതുകളൊക്കെ അതൊക്കെ പറയുന്നതിന്റെ ഇടക്ക് നമുക്ക് ഇതും പറയാം. ആദ്യത്തെ തുടക്കത്തിൽ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ അൻതസ്സലാം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത് എന്നുള്ളത് അത് കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അതുപോലെ തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷമുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതിന് കുഴപ്പമില്ല. രണ്ടാമത് റിസ്ഖൻ തയ്യിബൻ എന്ന് പറഞ്ഞാല് അള്ളാഹു അനുവദിച്ച നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം. ഭക്ഷണം നമ്മൾ ഒരുപാട് കഴിക്കലുണ്ട്, അതും നമുക്ക് ഷർറാവും. അപ്പൊ അള്ളാഹ് നമുക്ക് അനുവദിച്ചിട്ടുള്ള നല്ല ഭക്ഷണം കഴിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ. അത് വലിയൊരു വിഷയമാണ്. നിഷിദ്ധമല്ലാത്ത ഹറാമ് തിന്നുന്നതിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. അതാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. കാരണം നല്ലതല്ലാത്തതൊന്നും അള്ളാഹ് ഇഷ്ടപ്പെടൂല. നല്ലതല്ലാത്ത എന്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും അത് പടച്ചവന് ഇഷ്ടപ്പെടാത്തതാണ്. അപ്പൊ റബ്ബേ, നീ ഇഷ്ടപ്പെടുന്ന, നീ അനുവദിച്ച ഹലാലായത് കഴിക്കാനുള്ള ഭാഗ്യം അതെനിക്ക് നീ നൽകണേ റബ്ബേ. അള്ളാഹു നബിമാരോട് മുഴുവൻ പറഞ്ഞ വിഷയമാണത്. യാ അയ്യുഹൻ നബി യാ അയ്യുഹർ റുസുൽ, ഓ പ്രവാചകന്മാരെ, ദൂതന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് ഭക്ഷിച്ചുകൊള്ളുക. വഅമലു സ്വാലിഹ, സ്വാലിഹായ കർമ്മങ്ങൾ പ്രവർത്തിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളോടും പറഞ്ഞു, വിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് കഴിച്ചുകൊള്ളുക. അങ്ങനെ ഹദീസുകളും അല്ല വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട്. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നല്ലത് ഭക്ഷിക്കുക എന്നുള്ളത് ഷർത്താണ്. ഹലാലായത് കഴിക്കണവരുടെ പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഹറാമ് തിന്നുന്നവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. ഇത്ര ഹദീസുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരാള് ഹജ്ജിന് പോകുന്നു, അല്ലെങ്കിൽ യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. പക്ഷെ അവൻ ജട പിടിച്ച് പൊടി പുരണ്ട് ആകെ മുഷിഞ്ഞവനായിട്ട് റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കുകയാണ്. യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് അന്നാ യുസ്തജാബു ലഹു, അള്ളാഹുവേ റബ്ബേ റബ്ബേ എന്ന് ചോദിക്കുന്നു. പക്ഷെ അള്ളാഹ് ഉത്തരം കൊടുക്കൂല. എന്താ കാരണം? അവന്റെ വസ്ത്രം ഹറാമാണ്, അവൻ കഴിച്ചത് ഹറാമാണ്, അവന്റെ എല്ലാം ഹറാമാണ്. അതുകൊണ്ട് അള്ളാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അപ്പോ റിസ്ഖൻ തയ്യിബൻ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്, ഹലാല് കഴിക്കാനുള്ള ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ജോലി, നമ്മുടെ അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഹലാലാവും അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാൻ, ആളുകൾക്കൊരു കാലഘട്ടം വരും, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു, അവനെടുക്കുന്ന സമ്പത്ത് അത് എന്തിൽ നിന്നാണെന്നുള്ളത് അവന് ശ്രദ്ധിക്കുന്നില്ല. അമിനൽ ഹലാൽ അമിനൽ ഹറാം, അത് ഹറാമാണോ ഹലാല എന്ന് അന്വേഷിക്കാത്ത ഒരു കാലഘട്ടം വരും. ഇതൊക്കെ അങ്ങനെയാണ്. നമുക്ക് പൈസ കിട്ടിയാൽ മതി, നമുക്ക് സമ്പാദ്യം ഉണ്ടായാൽ മതി, എനിക്കൊന്ന് ഒരുപാട് ധനാഢ്യനാകണം എന്നല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഹറാമാണോ ഹലാലാണോ എന്നൊന്നും നോക്കാത്തൊരു കാലഘട്ടം വരുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ജസദിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമ് തിന്ന് വളർന്ന ശരീരം മുഴുവൻ നരകത്തിന് അർഹതപ്പെട്ടതാണെന്ന്. അപ്പൊ ഹറാമാണോ തിന്നുന്നത്, ആ ശരീരം നരകത്ത് കാണാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത് പറഞ്ഞത് അമലൻ മുതഖബ്ബലൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. അമലൻ മുതഖബ്ബല എന്ന സ്വീകാര്യമാകുന്ന അമല് ചെയ്യാൻ. അമൽ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, ഒരുപാട് നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, നല്ല നല്ല കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അള്ളാഹ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ അമലം മുത്തഖബ്ബലൻ, സ്വീകാര്യമായ ഒരു അമലാക്കണേ. അതിനുവേണ്ടി പടച്ചവനെ നീ എനിക്ക് തൗഫീഖ് ചെയ്യണേ. നമ്മുടെ സൂറത്തുൽ ഗാശിയയിൽ പറയണില്ലേ, ഹൽ അതാക ഹദീസുൽ ഗാശിയ, പിന്നെ അതിൽ പറയണ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ആമിലത്തുൻ നാസിബ പറഞ്ഞ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, അമൽ ചെയ്യുന്നുണ്ട്. നാസിബ എന്ന് പറഞ്ഞ അമൽ ചെയ്ത് ക്ഷീണിച്ചവനാണ്, ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് ഇബാദത്തുകൾ സുന്നത്തുകൾ ചെയ്തിട്ടുണ്ട്. തസ്ലാ നാറൻ ഹാമിയ, നരകത്തിൽ അവൻ കത്തിക്കരിയുന്നതാണ്. അങ്ങനത്തെ അമലുണ്ടായിട്ടൊരു കാര്യമല്ല. അമലും മുത്തഖബ്ബലാകണം, അള്ളാഹ് സ്വീകരിക്കുന്ന അമലുകളാകണം. അതിന് എന്തു വേണം? അള്ളാഹു സ്വീകരിക്കുന്ന അമലാണെങ്കിൽ അതിന് 3 ഷർത്തുകളുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, ഈമാൻ ഉള്ളവരായിരിക്കും. ഈമാൻ തൗഹീദ് ക്ലിയർ ആയിരിക്കണം. വിശ്വാസം റബ്ബിലെ അടിയുറച്ച വിശ്വാസമായിരിക്കണം. റബ്ബാണ് നമ്മളെ പടച്ചവന് ഒന്ന്. റബ്ബ്
റുബൂബിയ്യത്ത്. അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഉലൂഹിയ്യത്ത്. അവന്റെ നാമവിശേഷണങ്ങൾ, ഗുണങ്ങൾ അത് മറ്റൊരു സൃഷ്ടിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാകണം. രണ്ടാമത്തത് ഇഖ്ലാസ് ഉണ്ടാവണം. ഇത് അള്ളാഹുവിന് വേണ്ടിയാണ്, മറ്റാരെങ്കിലും കാണാൻ വേണ്ടി. ഇപ്പൊ നമ്മള് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് സുബഹ്ക്ക് ഇവിടെ നീറ്റിവിടെ വന്ന് പള്ളിയിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഇഖ്ലാസ് ഉള്ളതുകൊണ്ടാണ്. ഇരിക്കണ എല്ലാവരും നമ്മൾ ഇഖ്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ആരും ഇവിടെ എത്തൂല. അതിനാണ് ഇഖ്ലാസ് പറയുന്നത്. ആത്മാർത്ഥത, പടച്ച റബ്ബിന് വേണ്ടി, ആരെങ്കിലും ബോധിപ്പിക്കാനല്ലല്ലോ, അതാണ് ഇഖ്ലാസ്. മൂന്നാമത്തെ മുത്താബഅത്തുൻ നബി ബിമാ ജാഅ ബിഹി, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കർമ്മമായിരിക്കണം. നബി പഠിപ്പിക്കാത്തൊരു ഇബാദത്തില്ല, അള്ളാന്റെ റസൂൽ ചെയ്യാത്തൊരു ഇബാദത്ത് ഇവിടെ ഇല്ല, അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാത്തൊരു ഇബാദത്തില്ല. അതാണ് ഈ 3 ഷർത്തുകൾ നമ്മൾ ഉണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് എത്തുമ്പോ ആ അമലുകളൊക്കെ ഹബാ മൻസൂറ, ചിതറപ്പെട്ട ധൂളങ്ങളായി അതിനെ വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് വരും. ഒരുപാട് അമലായിട്ട് വരും, ഒന്നുമില്ലാതെ വട്ടപ്പൂജയായിട്ട് വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അള്ളാഹു എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നല്ല ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.